പോളണ്ടിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം അടുത്തതായി ഞങ്ങൾ പോയത് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ്. പോകുന്ന വഴിക്ക് പോളണ്ടിൻ്റെ ഭാഗമായ ഒറാവ റീജിയനിലെ 14-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഒരു മരം കൊണ്ട് പൂർണ്ണമായി നിർമ്മിച്ച ഒരു പള്ളി കാണാൻ ഇടയായി. ഹംഗറിയെപ്പറ്റി പറയുകയാണെങ്കിൽ പോളണ്ടിനെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു രാജ്യമാണ്. അവിടുത്തെ മൊത്തം ജനസംഖ്യ 1 കോടിയിൽ താഴെ മാത്രമാണുള്ളത്. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഹംഗറി തുടക്കത്തിൽ വേൾഡ് വാറിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും പിന്നീട് ജർമ്മനിയുടെ നിർബന്ധപ്രകാരം ജർമ്മനിയെ പേടിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആക്സിസ് പവറിൻ്റെ കൂടെ 4ാമത്തെ രാജ്യമായിട്ട് ജർമ്മനിയോടും ഇറ്റലിയോടും ചേർന്ന് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഒരുമിച്ച് യുദ്ധം ചെയ്തവരാണ് ഹംഗറി. പുരാതന കാലം മുതലേ ഹംഗറിയും ഓസ്ട്രിയയും ഒരുമിച്ചുള്ളൊരു സാമ്രാജ്യമായിരുന്നു. വളരെ അഭിവൃദ്ധി നേടിയ രാജ്യമായിരുന്നു. പിന്നീട് ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ അത് വല്ലാതെ അവർക്ക് ക്ഷീണം പറ്റി 2 രാജ്യമായി മാറി. ഹംഗറിയുടെ ക്യാപിറ്റൽ ബുഡാപെസ്റ്റിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. ബുഡാപെസ്റ്റ് യൂറോപ്പിലെ ഏറ്റവും ഭംഗിയുള്ളതും അതുപോലെ തന്നെ ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു നഗരമാണ്. ഏകദേശം 4-5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഭിവൃദ്ധി പ്രാപിച്ച ബുഡാപെസ്റ്റ് അന്ന് കാലത്ത് തന്നെ ഇത്രയും സാമ്പത്തികമായിട്ട് ഉയർന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ധാരാളം കെട്ടിടങ്ങളും നിർമ്മിതികളും നിലകൊള്ളുന്നു. ബുഡാപെസ്റ്റ് എന്ന 2 നഗരങ്ങളാണ്. അത് ഡാന്യൂബ് നദിയുടെ ഇരുകരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ പ്രകൃതി ഭംഗിയും അതുപോലെ കെട്ടിടങ്ങളുടെ ഭംഗിയും കൂടിച്ചേരുമ്പോൾ ധാരാളം ടൂറിസ്റ്റുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നു. 70 ലക്ഷം ടൂറിസ്റ്റുകളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. ബുഡാപെസ്റ്റിലെ പ്രധാന കാഴ്ചകൾ അവിടുത്തെ പാർലമെൻറ്റ് ബിൽഡിംഗ്, റോയൽ പാലസ്, സെൻറ്റ് സ്റ്റീഫൻ ബസിലിക്ക, ഏറ്റവും പുരാതനമായ മാർക്കറ്റ് ഹാൾ, എല്ലാത്തിനുമുപരി അവിടുത്തെ പ്രകൃതി ഭംഗി, സിറ്റിയുടെ കെട്ടിടങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഒഴുകുന്ന ഡാന്യൂബ് നദി, അതിന് കുറുകെയുള്ള ധാരാളം വളരെ പഴയ നിർമ്മിതികളായിട്ടുള്ള ബ്രിഡ്ജസ്, ഇവയെല്ലാമാണ് അവിടുത്തെ പ്രധാന അട്രാക്ഷൻസ്. അന്ന് വൈകുന്നേരം ഡാന്യൂബ് റിവറിൽ കൂടിയുള്ള ഒരു റിവർ ക്രൂസ്, ഒരു ബോട്ട് ക്രൂസ് നമ്മളെ അത്ഭുതപ്പെടുത്തും. കണ്ണഞ്ചിപ്പിക്കുന്ന ദീപാലങ്കാരങ്ങളോടുകൂടിയ കെട്ടിടങ്ങൾ, അത് അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. മണിക്കൂറുകളോളം നീണ്ടുകിടക്കുന്ന ഈ യാത്ര നമ്മുടെ മനസ്സിൽ നല്ലൊരു സന്തോഷം പകരും. അങ്ങനെ ബുഡാപെസ്റ്റിലെ കാഴ്ചകൾ പൂർത്തിയാക്കി അടുത്ത ദിവസം ഞങ്ങൾ എത്തിയത് ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന. ഓസ്ട്രിയ താരതമ്യേന ഒരു ചെറിയൊരു രാജ്യമാണ്. അവിടുത്തെ ആകെ പോപ്പുലേഷൻ 1 കോടിയിൽ താഴെ മാത്രമാണ്.
ഓസ്ട്രിയയുടെ ചരിത്രം പറയുകയാണെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ തുടക്കത്തിൽ തന്നെ ഓസ്ട്രിയ ജർമ്മനിയുമായി ചേർന്ന് യുദ്ധം ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം ഓസ്ട്രിയയിലെ ബഹുഭൂരിപക്ഷം പേരും ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവരാണ്. അവർ ജർമ്മൻ വംശകരാണ്. അതുകൊണ്ട് തന്നെ നാസി ആശയങ്ങളോട് യോജിക്കുകയാണ് ഉണ്ടായത്. തന്നെയുമല്ല, ഹിറ്റ്ലർ ഓസ്ട്രിയയിൽ നിന്ന് ജർമ്മനിയിലേക്ക് കുടികേറി പാർത്തിട്ടുള്ള ആളാണ്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജർമ്മനി കീഴടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓസ്ട്രിയ സഖ്യകക്ഷികൾ പിടിച്ചടക്കി. അതിനുശേഷമാണ് ജർമ്മനിയുടെ പരാജയം. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം സഖ്യകക്ഷികളായ ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, അമേരിക്ക എന്നീ 4 രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഓസ്ട്രിയ വർഷങ്ങളോളം. യുണൈറ്റഡ് നേഷൻസിന് 4 ഡിഫറെൻറ്റ് പ്ലേസസിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് വിയന്നയിലാണ്. ഇപ്പോൾ ഓസ്ട്രിയ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഭാഗമാണ്. ആൽപ്സ് പർവ്വതനിരയുടെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രിയ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. വിയന്നയിലെ പ്രധാന കാഴ്ചകൾ അവിടുത്തെ ചർച്ചസ്, സിറ്റി ഹാൾ, പാർലമെൻറ്റ് ബിൽഡിംഗ്, അതുപോലെ തന്നെ വിവിധ പാലസുകൾ. അതിലൊരു പ്രധാന പാലസിൻ്റെ അകത്ത് കയറി കാണുവാനുള്ള അവസരം ലഭിച്ചു. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു നിർമ്മിതിയും അലങ്കാരപ്പണികളുമാണ് അതിനകത്തുണ്ടായിരുന്നത്. ആ പാലസിനകം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓസ്ട്രിയ എത്രയോ പുരാതന കാലം മുതലേ സാമ്പത്തികമായിട്ട് വളരെ മുന്നോട്ട് നിന്നിരുന്ന രാജ്യമാണ്. അന്ന് വൈകുന്നേരം അവിടുത്തെ ഒരു ട്രഡീഷണൽ റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ തനത് മ്യൂസിക്കോട് കൂടിയിട്ടുള്ള ഒരു ഡിന്നർ കഴിക്കാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ വിയന്നയിലെ കാഴ്ചകൾ പൂർത്തിയാക്കി അടുത്ത ദിവസം ഞങ്ങൾ പുറപ്പെട്ടത് സ്ലോവാക്യ ആൻഡ് ചെക്ക് റിപ്പബ്ലിക്